രാഹുൽജി എന്നാണ്. രാഹുൽ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ നിശ്ചയിച്ച സമയമൊക്കെ കടന്നുപോയി. പാർട്ടി നേതാക്കളുടെ അഭ്യർത്ഥന നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എം.വി. ജയരാജൻ്റെ അഭ്യർത്ഥനയാണ് കേട്ടത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? എപ്പോഴേക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷ ഏതാണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അന്നമുറിയാതെ ആളുകൾ പണ്ട് എങ്ങനെയാണ് അച്യുതാനന്ദൻ്റെ സമയക്രമം ജനങ്ങളുടെ ആശങ്കകൾ ജനങ്ങൾക്കായുള്ള ക്ഷേമത്തിന് വേണ്ടി അച്യുതാനന്ദൻ മാറ്റിവെച്ചത് അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരിച്ചത് ഇന്നും ഏറ്റവും ഒടുവിലും VS-ന് അത്തരത്തിൽ സമയം ക്രമീകരിക്കേണ്ടി വരുന്നു. അത്രമാത്രം ആളുകൾ സ്നേഹവായ്പകളുമായി അന്ത്യാഭിവാദ്യങ്ങളുമായി ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന മുദ്രാവാക്യം അതിന് ഇടർച്ചയും പതർച്ചയും ഇല്ലാതെ ഒരു വലിയ തുടർച്ചയായി കണ്ണേ കരളെ പൊന്നേ പൊരുളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ അവരുടെ സഖാവിനെ ഓർക്കുകയാണ്. ഇവിടെ നടന്ന് വരുന്ന ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പാലക്കാട് നിന്നെത്തിയവർ മലമ്പുഴയിൽ നിന്നാണെന്ന് പറയുമ്പോൾ തങ്ങളുടെ എന്തോ സ്വന്തമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കൂടുതൽ വാക്കുകൾ പ്രതികരിച്ചില്ലെങ്കിൽ പോലും മലമ്പുഴ എന്ന ഒറ്റ വാക്കിൽ ആ സ്ഥലത്തിൻ്റെ പേരിൽ VS-നോടുള്ള ആത്മബന്ധം കാണിക്കുന്നു. അവർ ഓടി ഈ രാത്രി തന്നെ തങ്ങളുടെ സ്വന്തം സഖാവിനെ, തങ്ങളുടെ സ്വന്തക്കാരനെ, തങ്ങളുടെ നേതാവിനെ, തങ്ങൾ ജയിപ്പിച്ചയച്ച തങ്ങളുടെ സാമാജികനെ കാണാൻ ഓടിയെത്തുന്ന കാഴ്ച. അങ്ങനെ പല നാട്ടിൽ നിന്ന് പല മനുഷ്യർ ഇവിടേക്ക് ഓടി ഒഴുകിയെത്തുകയാണ്. അവരുടെ ആ ഒഴുക്ക് നിലയ്ക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും വീട്ടിലേക്ക് മൃതശരീരം എത്തിക്കാൻ കഴിയാത്തത്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായിരുന്നു VS-ന്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കൾ, അവരുടെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഓർമ്മകൾ അയവർത്തിക്കൊണ്ട് പല ഓർമ്മകളും മനസ്സിലൊതുക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഈ മനുഷ്യർ ഇവർ തന്നെയാണ്. ഇവർക്ക് വേണ്ടിയാണ് സമയം മാറ്റിവെച്ചത്. ഇപ്പോൾ അവർ ഈ വൈകിയ വേളയിലും തങ്ങളുടെ സഖാവിന് വേണ്ടി സമയം മാറ്റിവെക്കുകയാണ്. അവരുടെ ചിന്തകൾ മാറ്റിവെക്കുകയാണ്. അവരുടെ മുദ്രാവാക്യങ്ങൾ മാറ്റിവെക്കുകയാണ്. മുട്ടി ചുരുട്ടി ആകാശത്തേക്ക് കൈ വിരിച്ചുകൊണ്ട് കണ്ണേ കരളെ എന്ന് ഏറ്റവും ഒടുവിൽ അത്യാവേശപൂർവ്വം അവർ വിളിക്കുകയാണ്. AK സെന്ററിൽ നിന്ന് VS-ന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് തൻ്റെ പ്രിയപ്പെട്ട ഇടത്ത് നിന്ന് VS ഏറ്റവും ഒടുവിലായി മടക്കയാത്ര. ആ മടക്കയാത്ര തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ജനങ്ങളുടെ സ്നേഹവായ്പകൾ, അതേ മുദ്രാവാക്യം, ആ ചെങ്കൊടിക്ക് അഭിമുഖമായി, ആ ജനങ്ങൾക്ക് അഭിമുഖമായി, സഖാക്കൾക്ക് അഭിമുഖമായി ആ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടിയോടുകൂടി VS ഏറ്റവും ഒടുവിൽ AK സെന്ററിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. പണ്ട് ഒരുപാട് തവണ പല പ്രതികരണങ്ങൾ, പല നിലപാടുകൾ നീട്ടിക്കുറുക്കി നർമ്മത്തിനുള്ള വാക്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ കവാടത്തിൽ കാത്തു നിന്നാണ് VS-നെ മനസ്സിലാക്കിയത്. പല നിവേദനങ്ങളും കൈപ്പറ്റി വലിയ നടപടികളിലേക്കും നിലപാടിലേക്കും കടന്നത് ഈ കവാടത്തിൽ നിന്നാണ്. കുറേ മനുഷ്യർ ആ മനുഷ്യനായി കാത്തു നിന്ന് ഇവിടെയാണ്. ഒടുവിൽ അതേ സ്ഥലത്ത് നിന്ന് ആ മനുഷ്യൻ വിട പറയുകയാണ്, ഒടുവിലായി ഇറങ്ങുകയാണ്. ഇപ്പോഴും കാണാൻ ആളുകളുണ്ട്. ആളുകൾ തിരക്ക് കൂട്ടുകയാണ്. സഖാവിനെ ഞങ്ങൾക്ക് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. പണ്ടത്തെ പോലെ, മുൻപത്തെ പോലെ, എന്നത്തെയും പോലെ ഞങ്ങളുടെ VS-നെ ഞങ്ങൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളിതാ തിരക്ക് കൂട്ടുകയാണ്. മുന്നിലേക്ക് നടക്കാൻ തിരക്ക് കൂട്ടുകയാണ്. ഞങ്ങൾക്കും കാണണം, ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് പറയുന്നു. ഞങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങളെ കാണാതെ മടങ്ങിപ്പോകുന്ന സഖാവല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ആഗ്രഹവുമായി ആളുകൾ ഉള്ളിലേക്ക്, AK സെന്ററിന്റെ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം വെലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യം, ആ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന ആ നിലപാടുകാരൻ, ജനസമ്മതൻ, VS എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AK സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ജനങ്ങളിതാ അണമുറിയാത്ത ജനപ്രവാഹം ഇപ്പോഴും AK സെന്ററിലേക്ക് കടന്നു വരികയാണ്. ഏതായാലും ഈ വൈകിയ വേളയിലും അവസാനമായിരുന്നു നമുക്ക് കാണാൻ, അതും അത്യാവേശപൂർവ്വം സഖാക്കളുടെ മുദ്രാവാക്യം വിളികൾ. പണ്ടത്തെ പോലെ കണ്ണേ കരളെ എന്നുറക്കെ വിളിക്കുന്നു, പൊന്നേ പൊരുളെ എന്ന് വിളിക്കുന്നു. ആ എടുത്ത നിലപാടുകൾ ഓർക്കുന്നു. എങ്ങനെയാണ് സഖാവ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്നോർക്കുന്നു. തങ്ങൾക്കെന്തായിരുന്നു സഖാവ് എന്നോർക്കുന്നു. ആ സഖാവിന്റെ വിശ്രമകാലത്തിലും അവർക്കുണ്ടായിരുന്ന സ്മരണകൾ എങ്ങനെയായിരുന്നു, ആ സ്മരണകളുടെ ശക്തി എന്തായിരുന്നു എന്നവർ ഇപ്പോൾ ഉറച്ചു വിളിച്ചു കാട്ടുകയാണ്. SUT ആശുപത്രിക്ക് പുറത്ത് കാത്തു നിൽക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനകൾ സഖാവ് തിരികെ വരണമേ എന്നായിരുന്നു. അത് സാധ്യമാകുന്നില്ലെങ്കിൽ പോലും
ആ മനുഷ്യനെ ഓർക്കാൻ. ആ രണ്ടക്ഷരം കടഞ്ഞെടുത്താൽ എത്രമാത്രം ചരിത്രം, എത്രമാത്രം വലിയ നിലപാടുകൾ, എത്രമാത്രം ഈ പാർട്ടി ജനകീയമാക്കാൻ ആ സാന്നിധ്യം കാരണമായി എന്നുള്ള വലിയ തിരിച്ചറിവിൽ ആ മനുഷ്യരെല്ലാം ഇവിടെ ഒത്തുചേരുകയാണ്, ഇവിടെ ഒത്തുകൂടുകയാണ്. ആ അവസാന വേളയിൽ ആ യാത്രയയപ്പ് നന്ദിപൂർവ്വം, അവരുടെ ഏറെ ആവേശപൂർവ്വം അവർ യാത്രയയക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോഴും ഒരു വശത്തു കൂടി സാധാരണക്കാർ, ജനങ്ങൾ, അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ട മനുഷ്യനെ കണ്ട ജനങ്ങൾ ഇപ്പോഴും തിക്കിത്തിരക്കുകയാണ്. ഈ ഒടുവിലത്തെ യാത്രയയപ്പിൽ ഞങ്ങളൊപ്പം ഉണ്ടാകണം. അത് ഉത്തരവാദിത്തമാണ്. കാരണം ഏറെക്കാലം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറെക്കാലം ഞങ്ങൾക്കൊപ്പം ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനൊപ്പം ഞങ്ങൾ ഉണ്ടാകണം എന്ന ആവേശം, എന്ന ഉത്തരവാദിത്തം, എന്ന നന്ദി പ്രകടനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. നോക്കൂ, ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി അദ്ദേഹം AKG സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്.